Hi students, in the previous class we learned addition of vectors and properties of addition, which are the commutative property, associative property, existence of additive identity, existence of additive inverse, and also multiplication of a vector by a scalar. Now we will see subtraction of two vectors. Suppose we are given two vectors, vector A and vector B. Vector A plus vector B കാണാനായിട്ട് നമ്മൾ ചെയ്തത് ഇതാണ്. വെക്റ്റർ ബി മൂവ് ചെയ്തിട്ട് വെക്റ്റർ എയുടെ ടെർമിനൽ പോയിന്റിൽ വെക്റ്റർ ബിയുടെ ഇനീഷ്യൽ പോയിന്റ് കോയിൻസൈഡ് ചെയ്യണ പോലെ മൂവ് ചെയ്ത് വെച്ചാൽ നമുക്ക് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി കാണാം. വെക്റ്റർ എയും വെക്റ്റർ ബിയും ട്രയാങ്കിളിൻ്റെ ടു സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ടേക്കൺ ഇൻ സെയിം ഓർഡർ. ദെൻ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ ദ തേർഡ് സൈഡ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. അത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ വെച്ചിട്ട്. ഇനി സപ്പോസ് വെക്റ്റർ ബി സി ഈസ് വെക്റ്റർ ബി, ദെൻ ജസ്റ്റ് സി ഹൗ വിൽ യു റെപ്രസെൻറ്റ് നെഗറ്റീവ് വെക്റ്റർ ബി. അപ്പോൾ വെക്റ്റർ ബിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും, പിന്നെ മാഗ്നിറ്റ്യൂഡ് സെയിമും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വെക്റ്റർ ബീനെ വെക്റ്റർ ബി സി ഡാഷ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വെക്റ്റർ എ പ്ലസ് നെഗറ്റീവ് വെക്റ്റർ ബി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സൈഡ് വെക്റ്റർ എ സി ഡാഷ്. അപ്പോൾ വെക്റ്റർ എ സി ഡാഷ് ആയിരിക്കും വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി. Now we will say components of a vector. Consider points A 1 0 0, B 0 1 0 and C 0 0 1 on x-axis, y-axis, z-axis respectively. Then it is clear that magnitude of vector OA equal to 1, magnitude of vector OB equal to 1, magnitude of vector OC equal to 1. That is, vectors vector OA, vector OB, vector OC have magnitude 1 and they are called unit vectors along OX, OY and OZ respectively, and they are denoted by I cap, J cap and K cap respectively. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യണത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ഈ മൂന്നെണ്ണം ആണ്. Next, consider the point P x, y, z. Then its position vector with respect to origin O is vector OP. Now let P1 be the foot of the perpendicular from P on the plane XOY. ഇനി പിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആയ കാരണം നമുക്ക് ആ ബോക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇതിൽ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യണ പോയിൻറ്റ് ക്യൂ എന്ന് എടുക്കുക, വൈ ആക്സിസിൽ മീറ്റ് ചെയ്യണ പോയിൻറ്റ് എസ് എന്ന് എടുക്കുക, സെഡ് ആക്സിസിൽ മീറ്റ് ചെയ്യണ പോയിൻറ്റ് ആർ എന്ന് എടുക്കുക. ഇനി വെക്റ്റർ ഒ ക്യൂ അപ്പോൾ എന്തായിരിക്കും? ഒ ക്യൂയുടെ ലെങ്ത് എക്സ് ആണ്, പിന്നെ ലോങ് എക്സ് ആക്സിസ് യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്പ് ആണ്. അപ്പോൾ വെക്റ്റർ ഒ ക്യൂ ഈസ് എക്സ് ഐ ക്യാപ്പ്. ഇനി അതേപോലെ വെക്റ്റർ ഒ ആർ എന്തായിരിക്കും? അതിൻ്റെ ലെങ്ത് സെഡ് ആണ്, അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കെ ക്യാപ്പാണ്. അപ്പോൾ വെക്റ്റർ ഒ ആർ ഈസ് സെഡ് കെ ക്യാപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വെക്റ്റർ പി വൺ പി. ഇനി അതേപോലെ വെക്റ്റർ ഒ എസ് വൈ ജെ ക്യാപ്പ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വെക്റ്റർ ക്യു പി വൺ. ഇനി വെക്റ്റർ ഒ പി കാണാം. വെക്റ്റർ ഒ പി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ പി വൺ പ്ലസ് വെക്റ്റർ പി വൺ പി, applying triangle law of vector addition. But vector OP1 is vector OQ plus vector QP1. Therefore, we get vector OQ plus vector QP1 plus vector P1P, which is equal to xi cap plus yj cap plus zk cap. This form of any vector is called component form. X, y, z are called scalar components of vector R. X I cap, y j cap, z k cap are called vector components of vector R. Also, length of vector R or magnitude of vector R is equal to root of x square plus y square plus z square. That is, if P is the point xyz, its position vector OP equal to xi cap plus yj cap plus zk cap and its magnitude is root of x square plus y square plus z square.
Next, suppose we are given two vectors, vector A and vector B in component form. Let vector A is equal to a1 I cap plus a2 j cap plus a3 k cap, and vector B is equal to b1 I cap plus b2 j cap plus b3 k cap. Then first one, their sum vector A plus vector B equal to a1 plus b1 I cap plus a2 plus b2 j cap plus a3 plus b3 k cap. Second, their difference vector A minus vector B equal to a1 minus b1 I cap plus a2 minus b2 j cap plus a3 minus e3 k cap. Third one, the vectors vector A and vector B are equal if and only if their scalar components are equal. That is, if and only if a1 equal to b1, a2 equal to b2 and a3 equal to b3. Now fourth one, multiplication of vector A by any scalar lambda is given by lambda vector A equal to lambda a1 I cap plus lambda a2 j cap plus lambda a3 k cap. ഓരോ ടേമിനെയും ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് കമ്പോണൻറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും അറിയണം. പിന്നെ രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു വെക്റ്ററിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ടേമിനെയും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. We learned addition of vectors and multiplication of vector by a scalar. So we will see distributive laws. Let vector A and vector B be any two vectors, k and m be any two scalars. Then number 1, k vector A plus m vector A is equal to k plus m into vector A. Second one is k into m vector A equal to km into vector A. Third one is k into vector A plus vector B equal to k vector A plus k vector B. ഇപ്പോൾ സ്കെയിലാറും വെക്റ്റേഴ്സും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. നമുക്കറിയാം ലാംഡ വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ കൊളീനിയർ ടു വെക്റ്റർ എ. അപ്പോൾ വെക്റ്റർ എയും വെക്റ്റർ ബിയും കൊളീനിയർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ലാംഡ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ലാംഡ വെക്റ്റർ എ. കൊളീനിയർ ആണെങ്കിൽ ഒരു വെക്റ്റർ മറ്റേ വെക്റ്ററിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ വെക്റ്റർ ബീനെ നമുക്ക് ലാംഡ വെക്റ്റർ എന്ന് എഴുതാം. നൗ സപ്പോസ് വെക്റ്റർ എ ഈസ് a1 I cap plus a2 j cap plus a3 k cap and vector b is b1 I cap plus b2 j cap plus b3 k cap. Then we can say that vectors are collinear if and only if b1i plus b2j plus b3k equal to lambda into a1i plus a2j plus a3k. That is, b1i plus b2j plus b3k equal to lambda a1i plus lambda a2j plus lambda a3k. Now two vectors are equal means their scalar components are equal. Therefore we get b1 equal to lambda a1, b2 equal to lambda a2, b3 equal to lambda a3, which implies b1 by a1 equal to b2 by a2 equal to b3 by a3 equal to lambda. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് കൊളീനിയർ ആണെങ്കിൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ കണ്ടീഷൻ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇഫ് ടു വെക്റ്റേഴ്സ് ആർ കൊളീനിയർ ദെൻ ദെയർ സ്കെയിലാർ കമ്പോണൻസ് ആർ പ്രൊപ്പോർഷണൽ. അതേപോലെ തിരിച്ചും ഇഫ് ദ സ്കെയിലാർ കമ്പോണൻസ് ഓഫ് ടു വെക്റ്റേഴ്സ് ആർ പ്രൊപ്പോർഷണൽ ദെൻ ദ ടു വെക്റ്റേഴ്സ് ആർ കൊളീനിയർ. Next remark, second, if vector A is equal to a1 I cap plus a2 j cap plus a3 k cap, then a1, a2, a3 are called the direction ratios of vector A. Third one is, if Lmn are the direction cosines of a vector, then Li cap plus mj cap plus nk cap is equal to cos alpha I cap plus cos beta j cap plus cos gamma k cap, and it is a unit vector in the direction of that vector. ഇപ്പോൾ ഒരു വെക്റ്ററിന് കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും. ഇനി കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുള്ളതിൽ സ്കെയിലാർ കമ്പോണൻസ് ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ
അത് അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. തിരിച്ചും അതേപോലെ തന്നെ യൂണിറ്റ് വെക്റ്ററാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കും ആ വെക്റ്ററിൻ്റെ. Now we will do some problems. Example 4. Find the values of x, y and z so that the vectors vector A is equal to xi cap plus 2j cap plus zk cap and vector B is equal to 2i cap plus yj cap plus k cap are equal. In this question we are given the two vectors equal. Therefore we can equate the corresponding components. That means x is equal to 2, y is equal to 2 and z equal to 1. അതാണ് ആൻസർ. എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആയ കാരണം അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. Thus we get x equal to 2, y equal to 2 and z equal to 1. Now example 5. Let vector A is equal to I cap plus 2j cap and vector B is equal to 2i cap plus j cap. Is magnitude of vector A equal to magnitude of vector B? Are the vectors vector A and vector B equal? അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വെക്റ്റർ എയും വെക്റ്റർ ബിയും ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടു നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസിൻ്റെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് മാഗ്നിറ്റ്യൂഡ്. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5. Thus, magnitude of vector A equal to magnitude of vector B. But the two vectors are not equal because their corresponding components are different, അല്ലെങ്കിൽ distinct. Now example 6. Find a unit vector in the direction of vector. Vector A is equal to 2i cap plus 3j cap plus k cap. നമുക്കിവിടെ കാണേണ്ടത് എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് എ ക്യാപ്പ്. ഇനി എ ക്യാപ്പിൻ്റെ ഫോമുല എന്താ? എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു വെക്ടർ എ. അപ്പോൾ നമുക്ക് ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കാണാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 1. And it is equal to root 14. Therefore, a cap is equal to 1 by root 14 into 2i plus 3j plus k. That is equal to 2 by root 14 I cap plus 3 by root 14 j cap plus 1 by root 14 k cap. That's the answer. Next example 7. Find a vector in the direction of vector. Vector A is equal to I cap minus 2j cap that has magnitude 7 units. അപ്പോൾ നമുക്ക് എയുടെ ഡയറക്ഷനിലുള്ള വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് 7 ആയിട്ടുള്ളത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ കാണണം. ദാറ്റ് ഈസ് എ ക്യാപ്പ് ഫസ്റ്റ് കാണണം. അത് കഴിഞ്ഞിട്ട് അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് 7 ആയിട്ടുള്ള വെക്റ്റർ കിട്ടും. അപ്പം 7 എ ക്യാപ്പാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ കാണാം. ദാറ്റ് ഈസ് എ ക്യാപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ റൂട്ട് 5 ആണ്. അപ്പോൾ 1 ബൈ റൂട്ട് 5 ഇൻറ്റു I minus 2j and it is equal to 1 by root 5 I cap minus 2 by root 5 j cap. Now vector having magnitude equal to 7 and in direction of vector A is 7 a cap. That is equal to 7 into 1 by root 5 I cap minus 2 by root 5 j cap. That is equal to 7 by root 5 I cap minus 14 by root 5 j cap. അപ്പോൾ ശ്രദ്ധിക്കുക, യൂണിറ്റ് വെക്റ്റർ ഫസ്റ്റ് കണ്ടു എ ക്യാപ്പ്, പിന്നെ മാഗ്നിറ്റ്യൂഡ് 7 ആയിട്ടുള്ള വെക്റ്റർ കാണാൻ പറഞ്ഞ കാരണം അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 7 ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. Next example 8.
Find the unit vector in the direction of sum of vectors. Vector A is equal to 2i plus 2j minus 5k and vector B is equal to 2i plus j plus 3k. അപ്പോൾ നമുക്ക് വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും സമ്മ് ഫസ്റ്റ് കാണണം. അപ്പോൾ എന്നിട്ട് സമ്മിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബീനെ വെക്റ്റർ സി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് സി ക്യാപ്പ് ആൻഡ് സി ക്യാപ്പ് ഈസ് 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ സി ഇൻറ്റു വെക്റ്റർ സി. അപ്പോൾ ഫസ്റ്റ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി കാണാം. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഈക്വൽ ടു 4i പ്ലസ് 3j മൈനസ് 2k. സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം കേട്ടോ. എന്നിട്ട് അതിനെ വെക്റ്റർ സി എന്ന് കൊടുക്കുക. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ സി കണ്ടു നോക്കാം. റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 29. Therefore required unit vector is c cap and it is equal to 1 by magnitude of vector c into vector c. That is equal to 1 by root 29 into 4i plus 3j minus 2k and it is equal to 4 by root 29 I cap plus 3 by root 29 j cap minus 2 by root 29 k cap. ഇതാണ് ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോർമുല ഉണ്ടായിരിക്കണം. പിന്നെ ഐ ജെ കെ ഈ മൂന്നെണ്ണത്തിനും ക്യാപ്പ് കൊടുക്കണം. വെക്റ്റർ വേണ്ടിടത്ത് വെക്റ്ററിൻ്റെ സിമ്പിൾ. വെക്റ്റർ എ ഉണ്ട്, വെക്റ്റർ ബി ഉണ്ട്, വെക്റ്റർ സി ഉണ്ട്. സിമ്പിൾസൊക്കെ കറക്റ്റായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ 9. Write the direction ratios of the vector. Vector A is equal to I cap plus j cap minus 2k cap and hence calculate its direction cosines. അപ്പോൾ നമുക്കറിയാം വെക്റ്റർ എ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് നോക്കിയാൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും. Therefore here we have direction ratios. A is equal to 1, B is equal to 1, C is equal to -2. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടാൻ എനെയും ബിനെയും സിനെയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് L is equal to A by magnitude of vector R. That is equal to 1 by root 6 എന്ന് വരും. M is equal to B by magnitude of vector R and it is equal to 1 by root 6. N is equal to C by magnitude of vector R. It is equal to -2 by root 6. ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് 1 by root 6, 1 by root 6, -2 by root 6 ആണ്. അത് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി, ബ്രാക്കറ്റ് വേണ്ട കേട്ടോ. ഡയറക്ഷൻ റേഷ്യോസ് ആയാലും ഡയറക്ഷൻ കൊസൈൻസ് ആയാലും കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, ബ്രാക്കറ്റ് ആവശ്യമില്ല. ബ്രാക്കറ്റ് നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിൻ്റ് ഒക്കെ കാണിക്കാൻ ആണ് എഴുതാറ് കേട്ടോ.